പണിമുടക്കിന്റെ രണ്ടാം ദിനം നേരം വെളുത്തതു മുതൽ പാടുക്കാട് സന്ധ്യാഗ്രാമം അമ്പാട്ട് രാധാകൃഷ്ണന്റെ വീട്ടിലേക്ക് ജനപ്രവാഹമായിരുന്നു. എന്തിനാണെന്നാവും സസ്പെൻസ് നിലനിർത്തുന്നില്ല. ACV ക്യാമറാമാൻ സാബു പകർത്തിയ ഈ ദൃശ്യങ്ങൾ കാണുക. ബുധനാഴ്ച വൈകിട്ടാണ് പാടുക്കാട് സന്ധ്യാഗ്രാമത്തിന്റെ അമ്പാട്ട് രാധാകൃഷ്ണന്റെ ആൾമറയില്ലാത്ത കിണറ്റിൽ കാട്ടുപന്നി വീണത്. അധികം വെള്ളമില്ലാത്ത കിണറ്റിൽ കാട്ടുപന്നി വീണതറിഞ്ഞ് രാധാകൃഷ്ണനും കുടുംബവും നാട്ടുകാരും ചേർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചു. വനം വകുപ്പ് ജീവനക്കാർ ഉടൻ തന്നെ സ്ഥലത്തെത്തിയെങ്കിലും ഇരുട്ട് വീണതോടെ രക്ഷാപ്രവർത്തനം വ്യാഴാഴ്ചത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. വ്യാഴാഴ്ച രാവിലെ നേരം വെളുക്കുമ്പോഴേക്കും രാധാകൃഷ്ണന്റെ വീട്ടിലേക്ക് കുട്ടികളും സ്ത്രീകളും അടക്കം പ്രദേശത്തെ നൂറുകണക്കിന് ആളുകളെത്തി. പണിമുടക്ക് ദിനത്തിൽ കിണറ്റിൽ വീണ അതിഥിയെ കാണാൻ എത്തിയവരെ കൊണ്ട് സന്ധ്യാഗ്രാമം നിറഞ്ഞു. 9 മണിയോടെയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സ് സംഘവും രാധാകൃഷ്ണന്റെ വീട്ടിലെത്തിയത്. കോണി ഇറക്കി കുരുക്കിട്ട് ഫയർഫോഴ്സ് സംഘവും വനം വകുപ്പ് ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് 11:45 കിണറ്റിൽ വീണ കാട്ടുപന്നിയെ പുറത്തെടുത്തു. 150 കിലോയിലധികം ഭാരമുള്ള കാട്ടുപന്നിയെ കുരുക്കഴിച്ച് വനപ്രദേശത്തേക്ക് വിട്ടു. കുരുക്കഴിച്ച് വിടുമ്പോൾ ആക്രമിക്കുമെന്ന് കരുതി മയക്കുവെടി വെക്കാനുള്ള തയ്യാറെടുപ്പുമായി ഡോക്ടർ ഗിരിദാസും രംഗത്തുണ്ടായിരുന്നു. എന്നാൽ യാതൊരു തരത്തിലുള്ള ശല്യവും ഉണ്ടാക്കാതെ കുരുക്കഴിച്ച ഉടനെ കാട്ടുപന്നി വനപ്രദേശത്തേക്ക് ഓടിമറഞ്ഞു. വനംവകുപ്പ് ഉദ്യോഗസ്ഥനായ MV വിശ്വംഭരന്റെ നേതൃത്വത്തിലായിരുന്നു കാട്ടുപന്നിയെ രക്ഷിക്കുവാനുള്ള ശ്രമം. വനംവകുപ്പ് ജീവനക്കാരനായ എൽത്തുരുത്ത് സ്വദേശി സേവ്യർ, ഫയർഫോഴ്സ് ജീവനക്കാരായ K. ജോർജ്, അനിൽകുമാർ, നൌഷാദ്, ബിനോയ്, ഏലിയാസ് തുടങ്ങിയവരും നാട്ടുകാരും ചേർന്നാണ് കാട്ടുപന്നിയെ രക്ഷപ്പെടുത്തിയത്. മുഖത്ത് ചെറിയ മുറിവുണ്ടെങ്കിലും പരിക്ക് ഗൗരവമുള്ളതല്ലെന്നും വെള്ളം തേടിയുള്ള അലച്ചിലിനിടയിലാവണം പന്നി നാട്ടിലെത്തിയതെന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. എന്തായാലും പണിമുടക്കിന്റെ രണ്ടാം ദിവസം പാടുക്കാട് സന്ധ്യാഗ്രാമം പ്രദേശവാസികൾക്ക് ആഘോഷമായിരുന്നു. ഒരു ജീവൻ രക്ഷിക്കാൻ സാധിച്ചതിന്റെ ആഘോഷം.